ടെക് ടോക്ക് ഫ്രം ദ സ്ക്രാച്ചിൻ്റെ എംബഡഡ് സിസ്റ്റം ട്രെയിനിങ് ഡേ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡേ 2 നമ്മൾ നോക്കിയിരുന്നത് എന്താണ് മൈക്രോ കൺട്രോളർ എന്നാണ്. അത് കൂടാണ്ട് നമ്മൾ നോക്കിയിരുന്നു എങ്ങനെയാണ് നമുക്കൊരു ആർഡിനോ സെറ്റപ്പ് ആക്കിയെടുക്കുക, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഒരു LED ബ്ലിങ്ക് ചെയ്യിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു മൈക്രോ കൺട്രോളറിലേക്ക് ആദ്യത്തെ ഒരു പ്രോഗ്രാം ഫ്ലാഷ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ബേസിക് സർക്യൂട്ട് ഉണ്ടാക്കാം, ഇതൊക്കെ നോക്കാം. സർക്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ബ്രെഡ് ബോർഡ് പരിചയപ്പെടുത്താം. ഇതാണ് ഒരു ബ്രെഡ് ബോർഡ്. നിങ്ങൾക്ക് ഈ ബ്രെഡ് ബോർഡ് നിങ്ങൾ കണ്ടിട്ട് പരിചയമുള്ളവരുണ്ടാവും ഓൾറെഡി. ഇത് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ബ്രെഡ് ബോർഡ് ശരിക്കും യൂസ് ചെയ്യണത് നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് നമുക്കിപ്പം നിങ്ങൾക്കറിയാം സോൾഡറിങ് ചെയ്തിട്ടാണ് നമ്മളൊരു PCB ബോർഡ് ഉണ്ടാക്കി അതിനുള്ളിൽ സോൾഡർ ചെയ്യുക കമ്പോണൻസൊക്കെ. പക്ഷേ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഈ PCB ട്രാക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ബോർഡിനകത്ത് നമ്മൾ സോൾഡർ ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സോൾഡർ ചെയ്യണം, ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന ലെവലിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനും നമുക്കൊരു ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നൊരു ബോർഡാണ് ഈ ബ്രെഡ് ബോർഡ് എന്ന് പറയുന്നത്. ഈ ബ്രെഡ് ബോർഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മളൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ കണ്ടിന്യൂറ്റി കാണിച്ചു തരാം. അതിലെങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മളിത് മൾട്ടിമീറ്റർ എടുത്ത് മൾട്ടിമീറ്റർ ഇപ്പോൾ കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. കണ്ടിന്യൂറ്റി മോഡ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ഈ പിന്നിലേക്ക് 2 വയറുകൾ കണ്ടിട്ടുണ്ട്. കണ്ടിന്യൂറ്റി നോക്കാൻ അറിയാനുണ്ടായിരിക്കും, മോസ്റ്റ് ഓഫ് എല്ലാവർക്കും അറിയുണ്ടാവും. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ബീപ്പ് സൗണ്ട് വരും. അതായത് കണ്ടിന്യൂറ്റി ഉണ്ട്, ഇതിലൂടെ കണക്ഷൻ വന്നതുകൊണ്ടാണ് അത് ബീപ്പ് സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ബ്രെഡ് ബോർഡിൻ്റെ ഈ ഒരു പിന്നിൽ ഞാൻ കണക്ട് ചെയ്യാണ്. ഇവിടെ ഒരു പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു എൻഡിൽ ഈ ഒരു പിന്നിൽ കണക്ട് ചെയ്താലും കണ്ടിന്യൂറ്റി ഉണ്ട്. പക്ഷേ തൊട്ട മേലത്തിൽ കൊടുത്ത കണ്ടിന്യൂറ്റി ഇല്ല. അതായത് ആ ഒരു ലൈൻ ഇവിടെ തൊട്ടിത് വരെ ഒരു ലൈനാണ്, ഇത് ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. ഇതിൻ്റെ മുകളിൽ ഇത് തൊട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷേ ഞാൻ ഇവിടെ മുകളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് ഇതൊട്ട് ഇതുവരെ കണക്റ്റഡ് ആണ്. ഇനി വേറെ നോക്കാം. ഇതിവിടെ കണക്ട് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇല്ല. അത് ഇതിൻ്റെ സെൻറ്റർ വരെയാണ് കണക്റ്റഡ്. ഇതൊരു പ്ലേറ്റാണ്. ഇതൊട്ട് ഇതുവരെ കണക്റ്റഡ് ആണ്, ഇതൊട്ട് ഇതുവരെ കണക്റ്റഡ് ആണ്. അതുപോലെ ഇതൊട്ട് ഇതുവരെ കണക്റ്റഡ് ആണ്. ഈ സെൻറ്ററിൻ്റെ ഇതുവരെ കണക്റ്റഡ് ആണ്. ഇതിന് ഇപ്പോഴത്തേക്ക് കണക്ഷൻ ഇല്ല. ഓക്കെ, അതേപോലെ താഴത്തത്. ഇനി നമുക്ക് ഈ ഒരു പാർട്ടിലേക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പം ഇവിടെ നോക്കുമ്പം മുകളിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ലൈനിലാണ് കണക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും കണക്ഷൻ ഇല്ല, ഇതൊന്നും കണക്റ്റഡ് അല്ല, ഇതൊന്നും തമ്മിൽ സൗണ്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, അതായത് ഇതിനൊക്കെ ഈ ലൈനായിട്ട്, പക്ഷേ അതിൻ്റെ ഈ ഇതിലേക്ക് ഈ സെൻറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കണക്ഷനും ഇല്ല. ഓക്കെ, കണ്ടോ, ഇതിലേക്കില്ല. പക്ഷേ ഇതിനകത്ത് നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്രെഡ് ബോർഡിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് ഉള്ളിൽ ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. അപ്പം ഈ ബ്രെഡ് ബോർഡ് ഒന്ന് വാങ്ങിക്കുക. അപ്പം നമുക്ക് കൂടുതൽ ഇനിയുള്ള ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മളൊരു LED ബ്ലിങ്കിങ് പ്രോഗ്രാമാണ് നമ്മൾ ഫ്ലാഷ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. ഇപ്പോൾ ഇതിലേക്കൊരു LED വേണം. പിന്നെ നമ്മൾ പറഞ്ഞു എംബഡഡ് സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് മൈക്രോ കൺട്രോളർന്ന്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ആർഡിനോ യൂനോ ബോർഡാണ്. കഴിയണം നമ്മൾ കൈകൊണ്ട് തൊടാണ്ട് നോക്കുക കേട്ടോ. ഇങ്ങനത്തെ ബോർഡുകളൊക്കെ ഈ ബോർഡ് ഞാൻ മുന്നേ കാണിച്ച ബോർഡിൽ ഡിപ്പ് IC ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് SMD IC ആണുള്ളത്. ഇത് കുറച്ച് എന്താ പറയുക, അതിൻ്റെ കോമ്പാക്ട് സൈസാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതുപോലത്തെ ICകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കഴിയുന്നതും കൈകൊണ്ട് ടച്ച് ചെയ്യാണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും പ്ലക്കറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് LED ആണ്. നമ്മൾ LED ആണ് ബ്ലിങ്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കൊരു LED എടുക്കാം. ശരിക്കും റെഡ് LED ആട്ടോ. ഇത് ലൈറ്റ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറിലാകത്തുക. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മുടെ ആർഡിനോൻ്റെ ഔട്ട്പുട്ട് വന്ന് 5 വോൾട്ടാണ്. ഈ ഒരു LEDയുടെ ഫോർവേഡ് വോൾട്ടേജ് വന്നിട്ട് 2 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ ഈ 5 വോൾട്ട് 2 വോൾട്ട് ഫോർവേഡ് വോൾട്ടേജിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ LED വന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കറണ്ടിനെ ലിമിറ്റ് ചെയ്യണം. ശരിക്കും 20 milliamps ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക LEDയുടെ കറണ്ട് ലെവൽ. അപ്പം അതിലേക്ക് നമുക്ക് ലിമിറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു LED വെച്ചുള്ള സർക്യൂട്ടിനകത്തേക്ക് അങ്ങനെ നമുക്ക് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല എടുക്കാം. നമുക്കറിയാം ആർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണെന്ന്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമുക്കിവിടെ 5 വോൾട്ടാണ് നമുക്ക് സപ്ലൈ വോൾട്ടേജ് ആയിട്ട് വരുന്നത്. ഇൻപുട്ട് ആയിട്ട് ആർഡിനോ എന്ന് വരുന്നത് 5 വോൾട്ടാണ്. ഇതിൻ്റെ ഫോർവേഡ് വോൾട്ട് വന്നിട്ട് 2 വോൾട്ടാണ്. അപ്പം 5 മൈനസ്, അതായത് സപ്ലൈ വോൾട്ടേജ് മൈനസ് ഫോർവേഡ് വോൾട്ടേജ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഡിവൈഡഡ് ബൈ കറണ്ട് പറഞ്ഞാൽ 20 മില്ലി ആംസ് ആണ്. 20 മില്ലി ആംസ് കാരണം വോൾട്ടേജ് നമ്മൾ മില്ലി വോൾട്ടിലല്ല പറയുന്നത്, അത് വോൾട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ മില്ലി ആംസിനെ ആംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ മില്ലി ആംസിനെ ആംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 0.02 ആംപിയർ. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 150 ഓം ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ 150 ഓം എന്നുള്ളതൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് അല്ല, നമ്മുടെ കയ്യിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 220 ഓം ആണ്. അത് കുറച്ച് കൂടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം തിയററ്റിക്കലി കിട്ടുന്ന വാല്യൂവിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇത് അതിൻ്റെ ലിമിറ്റും ഇതിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടാണ് 220 ഓം റെസിസ്റ്റൻസ് കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സർക്യൂട്ട്, അതായത് ഒരു ക്ലോസ് സർക്യൂട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. അതിന് മുമ്പേ നമുക്കറിയാം, ഇപ്പം ഇത് ആർഡിനോ യുനോ ബോർഡാണ്, മൈക്രോ കൺട്രോളർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഏത് പിന്നാണ്, ഇപ്പം ഈ ഒരു ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോർഡിനെ നമുക്ക് സെൻറ്ററിലേക്ക് എടുക്കാം. അപ്പോൾ ഈ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് 5 വോൾട്ടും ഗ്രൗണ്ടും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന പിൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ADC ഇൻപുട്ടുകളാണ് കേട്ടോ. ഇതൊക്കെ ADC ഇൻപുട്ടുകളാണ്. A0 to A5 ഉണ്ട്. ADC എന്താണെന്നൊക്കെ വരുന്ന സെക്ഷനുകളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഈ സൈഡിലാണ് നമ്മുടെ ഡിജിറ്റൽ പിന്നുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ LED വന്നിട്ട് ഏത് പിന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യണത്. ഡിജിറ്റൽ പിന്നുകളാണ് ശരിക്കും നമുക്ക് ഓണും ഓഫും ആയാൽ മതി. അതുകൊണ്ടാണ് ഡിജിറ്റൽ പിന്ന് 0 or 1 അങ്ങനെയാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ഡിജിറ്റൽ പിന്നുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൺ ഓഫ് ആവണം. ബ്ലിങ്ക് പറഞ്ഞാൽ ഓൺ ആവുക ഓഫ് ആവുക, ഒരു പർട്ടിക്കുലർ ഡിലേയിൽ ഓൺ ആവുക ഓഫ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് പിന്നാന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം ആദ്യം. അതായത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതായത് ഹാർഡ്വെയർ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താ പറയുക ഡിസൈഡ് ചെയ്യണം ഏത് പിന്നാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് വേണം നമ്മൾ സോഫ്റ്റ്വെയറിൽ ആ പിന്ന് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 8ാമത്തെ പിന്നാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുക. ഒരു 8 വോൾട്ടിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിലൂടെ നമ്മുടെ എന്താ പറയുക LED നിന്ന് നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക്, അതായത് 8ാമത്തെ പിന്നിൽ നിന്ന് 5 വോൾട്ട് വന്നിട്ട് ഈ റെസിസ്റ്റൻസ് വഴി നമ്മുടെ LED ത്രൂ അത് ഗ്രൗണ്ട് ആകുമ്പോൾ ആ ഒരു സർക്യൂട്ട് ക്ലോസ് ആവുന്നു. അപ്പം ആ സർക്യൂട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് 2 ജമ്പർ വയേഴ്സും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ 2 ജമ്പർ വയറും കൂടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു 8ാമത്തെ പിന്ന്, അതായത് ഡിജിറ്റൽ പിന്ന് 8ന് നമുക്ക് എന്താക്കി എടുക്കാം. ഇതിനൊരു നമ്മുടെ LED കണക്ട് ചെയ്യാനുള്ള പിന്നായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഒരു ലൈനിൽ ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നോർമലി നമ്മൾ എല്ലാ പോസിറ്റീവും കൊടുക്കാൻ മേലത്തെ ലൈനും ഗ്രൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ ലൈൻ യൂസ് ചെയ്യും. ബാക്കി ICയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാണ്ട് സെൻറ്ററിലെ ഭാഗമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യാം. നേരത്തെ എൻ്റെ കണക്ഷനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലൈനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള എല്ലാ ഇതിലേക്കും ആ ഒരു പിന്നിൻ്റെ കണക്ഷൻ എത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടുന്ന് എന്ത് ചെയ്യണം, നമ്മൾ അവിടുന്ന് ഒരു അതായത് പോസിറ്റീവാണ്, അവിടെയാണ് 5 വോൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 5 വോൾട്ട് ആണ് നമ്മുടെ LED കൊണ്ടുവരുന്നത്. ഞാൻ ആ ഒരു കണക്ഷനുള്ള പിന്നിന്ന് എടുത്തു. ഓക്കെ, ഞാനിതിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തു. അതായത് ഇപ്പോൾ ഈ 8ാമത്തെ പിന്നിന്ന് കണക്ഷൻ വന്നിട്ട് ഈ വയലിലൂടെ ഇവിടെ വന്നിട്ട് ഇവിടെ എത്തി. ഈ ഒരു പിന്നിൻ്റെ അടുത്തേക്ക് നമുക്ക് എന്തെത്തിയിട്ടുണ്ട്, കുറച്ചും കൂടെ സൈഡിലേക്ക് കൊണ്ടുവരാം. കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അത് ഈ ഒരു വയർ വഴി വന്നിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് വഴി ജസ്റ്റ് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് വഴി നമുക്ക് കാണുന്നില്ലേ, ഈ റെസിസ്റ്റൻസ് വഴി ഇവിടെ എത്തി. ഇപ്പം ഈ ഒരു പോയിൻ്റ് വരെ വോൾട്ടേജ് എത്തിയിട്ടുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് കറണ്ട് ലിമിറ്റ് ഇവിടെ എത്തി. കറണ്ട് ലിമിറ്റ് റെസിസ്റ്റൻസ് നമ്മൾ കൊടുത്താണ്. അത് ഇവിടുന്ന് അതേ ഒരു പിന്നിന്ന് നമ്മളിത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ വലിയ കാലാണ് പോസിറ്റീവ്, ചെറിയ കാല് നെഗറ്റീവാണ്. അതായത് ഈ ഡയോഡിൻ്റെ LED കേസിൽ പറയുമ്പോൾ ആനോഡും കാഥോഡാണെന്ന് പറയാം. കാരണം ഡയോഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുന്നതിനേക്കാളും നല്ലത്
വലിയ കാല് ചിലപ്പോൾ ഇതിപ്പോൾ കാല് കട്ട് ചെയ്ത് പോയി, അങ്ങനെ കാല് കട്ട് ചെയ്ത കേസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ലെഗ് കട്ട് ചെയ്ത കേസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. ഈ ഉൾഭാഗത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒരു ഭാഗം, അതായത് ഒരു ലെഗ് വന്നിട്ട് കണക്റ്റായ പാർട്ട് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നെഗറ്റീവ്. ചെറിയൊരു ലെഗ് പോലെ കാണുന്നതാണ് പോസിറ്റീവ്. അത് നിങ്ങൾ ഇനി LED കിട്ടുമ്പോൾ നോക്കിയാൽ മതി. ഒരു പരന്ന് വലുതായി കാണുന്നൊരു ഭാഗം ഉണ്ടാവും, അത് നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് ചെറിയ ഭാഗമാണ്, കാല് വലുത്, അതായത് ലെഗ് വലുത്. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു LED വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഗ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ലെഗ് ഉള്ളത് ആനോഡും ചെറിയ ലെഗ് ഉള്ളത് കാഥോഡുമാണ്. അപ്പോൾ ആനോഡിലാണ് പോസിറ്റീവ്, കാഥോഡിലാണ് നെഗറ്റീവ്. ഇനി ലെഗ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നോക്കുക, ഉള്ളിൽ ഏതാണോ വലിയ ഭാഗം അത് നെഗറ്റീവും ചെറിയ ഭാഗം പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ ആനോഡ് വന്നിട്ട് ഈ റെസിസ്റ്റൻസിൻ്റെ ഭാഗത്തേക്ക് കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു പിന്നിലേക്ക് എത്തിച്ചു. അപ്പം നമ്മുടെ ഈ വോൾട്ടേജ് വന്നിട്ട് ഏകദേശം താണ്ടെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി ഇവിടേക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ഗ്രൗണ്ട് കൊടുക്കണം അല്ലേ. ഇതിലേക്കൊരു ഗ്രൗണ്ടും കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ആവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കുകയാണ്. എനിക്ക് ഇവിടേക്ക് കൊടുക്കാം, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ജമ്പർ വെക്കുന്നതിന് പകരം ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഇവിടെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഉള്ളത്. ഇതിൻ്റെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ട് എന്ന് കാണുന്നുണ്ട്. ഈ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം, അതിൻ്റെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ സർക്യൂട്ട് ഇപ്പം ക്ലോസ് ആയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു LED സർക്യൂട്ട്. LED കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ LED സർക്യൂട്ട് റെഡി ആയിട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ ഇത് ലേശം സൈഡിലേക്ക് വയ്ക്കാം. ഓക്കെ, നമ്മൾ നേരെ ഇനി സോഫ്റ്റ്വെയർ പാർട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ സെറ്റായി നിൽക്കുകയാണ്. ഈ 8ാമത്തെ പിന്ന് ഓണും ഓഫ് ആക്കുന്നതനുസരിച്ച് ലൈറ്റ് ബ്ലിങ്ക് ആവും. അപ്പോൾ നമ്മൾ 8ാമത്തെ പിന്നിനെ എങ്ങനെ ഓണും ഓഫ് ആക്കാൻ നോക്കാം. അപ്പോൾ അർഡിനോ സോഫ്റ്റ്വെയർ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് 2 ഫങ്ഷൻ ഡിക്ലറേഷൻസ് ഇങ്ങനെ വരും കേട്ടോ. ഒന്ന് വന്നിട്ട് വോയിഡ് സെറ്റപ്പും മറ്റൊന്ന് വന്നിട്ട് വോയിഡ് ലൂപ്പും. അതായത് വോയിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം റൺ ആവുന്ന, അതായത് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ടൊരു 1 ടൈം റൺ ആവുന്ന ഒരു ഫങ്ഷനാണ് വോയിഡ് സെറ്റപ്പ്. വോയിഡ് ലൂപ്പ് എന്നിട്ട് ഇൻഫിനിറ്റ് ലൂപ്പാണ്. അതിൽ ഒരു വൺസ് എൻ്റർ ആയി കഴിഞ്ഞാൽ അതിൽ തന്നെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടേ നടന്നുകൊണ്ടിരിക്കും. കൈൻഡ് ഓഫ് വൈൽ ലൂപ്പാണ് ഇത്. അപ്പം നമ്മളിനി പ്രോഗ്രാമിലേക്ക് പോകാം, ലേറ്റ് ആകുന്നില്ല. അപ്പോൾ കോഡിലേക്ക് പോകുമ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പറഞ്ഞു നമ്മൾ ഹാർഡ്വെയറിനകത്ത് 8ാമത്തെ പിന്നാണ് നമ്മൾ LED-ക്കായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ 8ാമത്തെ പിന്നാണെന്നുള്ളത് പ്രോഗ്രാമിന് അറിയില്ല, നമ്മളെ LED കത്തണ്ട് അറിയില്ലല്ലോ. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം പ്രോഗ്രാമിൻ്റെ അടുത്ത്. എന്ത് LED പിൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നുണ്ട്, അത് നമുക്ക് എന്ത് പേരും കൊടുക്കാം. ആ പിന്നിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. 8 എന്നുള്ളതിന് പകരം നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പിന്നെ 8 എന്ന് പറയണ്ടല്ലോ, അതിന് പകരം നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ LED പിൻ എന്ന് പറഞ്ഞ പിന്നുണ്ട്. ആ പിന്നിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ 8 അതിൻ്റെ വാല്യൂ. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ ഇത് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് LED പിന്നുണ്ട്, 8 അതിൻ്റെ വാല്യൂ പറഞ്ഞാൽ മനസ്സിലാവില്ല. LED പിൻ എന്താണ്, LED പിന്ന് അതെന്ത് ടൈപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് എന്ത് ടൈപ്പാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുറച്ച് ടൈപ്പുകളുണ്ട്. ഈ ടൈപ്പ് ബേസ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇതിനകത്ത് മെമ്മറി അലോക്കേറ്റ് ആവുന്നത്. ഇപ്പം നമ്മൾ അതായത് കുറച്ച് ടൈപ്പുകൾ പറഞ്ഞുതരാം. ഇൻഡ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോരോ യൂസ് കേസുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇൻഡ് ഉണ്ട്, എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റില്ല, ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. ആ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഇൻറ്റീജറാണ്. അപ്പം നമ്മൾ 1 2 3 8 എന്നല്ല എഴുതിയേ. ഈ 1 2 3 ഉള്ളൊക്കെ ഇൻറ്റീജേഴ്സാണ്. അതിന് നമുക്ക് എന്ത് പറയാം, ഇൻഡ് എന്ന് വിളിക്കാം. അപ്പം നമ്മൾ പറയാണ് ഇതൊരു ഇൻറ്റീജറാണെന്ന് പറഞ്ഞു. ഇൻറ്റീജറാണ്, LED പിൻ എന്ന പേരിൽ സാധനമുണ്ട്, അത് ഒരു ഇൻറ്റീജറാണ്, അതിൻ്റെ വാല്യൂ 8 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യങ്ങൾ പറയുകയാണ്, ഈ 8 എന്നുള്ളത് മാറില്ല. കാരണം ഇത് നമ്മൾ ഹാർഡ്വെയറിനകത്ത് നമ്മൾ സെറ്റാക്കിയതാണ്. ഈ ഒരു വാല്യൂ മാറില്ല. LED പിൻ എന്നുള്ളതിൻ്റെ വാല്യൂ എല്ലാ കാലത്തും, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഉള്ളിടത്തോളം കാലം അതിൻ്റെ പേര് 8 എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്, മാറുന്നില്ല. അതൊരു കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ് കോൺസ്റ്റ് എന്ന് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പുള്ള ഒരു LED പിൻ പേരുള്ള ഒന്നുണ്ട്, അതിൻ്റെ വാല്യൂ 8 ആണെന്ന് നമ്മൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാണ്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ അറിയില്ല, നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്യാണ്. നമ്മൾ തോറ്റു എന്ന് ഡിക്ലെയർ ചെയ്യില്ലേ ക്രിക്കറ്റിലൊക്കെ, അത് പറഞ്ഞ മാതിരി നമ്മൾ എന്ത് ചെയ്യാണ്, ഡിക്ലെയർ ചെയ്യാണ് നമ്മൾ. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റീജർ ഉണ്ട്, ഇതിന് LED പിന്നാണ്, ഇത് വന്നിട്ട് 8 അതിൻ്റെ നമ്പർ എന്ന് ഡിക്ലെയർ ചെയ്തു. ഇത് നമ്മൾ ഈ വോയിഡ് സെറ്റപ്പിന് മേലെ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബൽ വേരിയബിളാണ്.
അതായത് ഈ ഒരു സാധനം, അതായത് LED പിൻ എന്നുള്ളത് ഈ പ്രോഗ്രാമിലുടനീളം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്താലും പ്രോഗ്രാമിന് മനസ്സിലാവും അത് 8 എന്നാണ് അർത്ഥം. 8ാമത്തെ പിന്നിലാണ് കൊടുത്തത്, 8 എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അത് LED പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 8 ആണെന്നുള്ളത് ഈ പ്രോഗ്രാമിൽ എവിടെ കൊടുത്താലും മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പുറത്ത് കൊടുക്കണം. അതിനാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ, ഗ്ലോബൽ വേരിയബിൾ. ഇങ്ങനെ ചെയ്യുന്നതിന് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയാം. അപ്പം ഇത് ഗ്ലോബലി ചെയ്തുകൊണ്ടത് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ ഓരോ ഇനി വരുന്ന സെഷനിലുള്ള ഇങ്ങനെ പോയി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് എന്താണെന്നുള്ളത് പറയണം. ഇത് 8 ആണെന്ന് മനസ്സിലായി, 8ാമത്തെ പിന്നുണ്ട്. ഇത് ഔട്ട്പുട്ടാണോ ഇൻപുട്ടാണെന്ന് പറയണം. അതിനെ യൂസ് ചെയ്യുന്ന ആരാണ്? പിൻ മോഡ്. പിൻ മോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനോട് പറയുകയാണ് LED പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ട് ഒരു ഔട്ട്പുട്ട് പിന്നാണെന്ന് പറയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് പിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സെമിക്കോളൻ ഇടണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൂപ്പിലേക്ക് വരികയാണ്. ഇനി എന്ത് പറയണം? നമുക്ക് മിന്നണം, അതായത് ഒന്ന് കത്തണം, പിന്നെ ഓഫ് ആവണം, പിന്നെയും ഓൺ ആവണം, പിന്നെയും ഓഫ് ആവണം. അതൊരു പർട്ടിക്കുലർ ഡിലേയിൽ ഓൺ ഓഫ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം ഡിജിറ്റൽ റൈറ്റ്. ഇതൊക്കെ നിങ്ങൾക്കത് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ കുറേ സാമ്പിൾ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ എഴുതുന്നുണ്ട്, പിൻ മോഡ് എങ്ങനെ കിട്ടി, ഇതൊക്കെ ഡിഫാൾട്ടായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസാണ്, അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻസാണ്. അതൊക്കെ നമ്മളിങ്ങനെ കോൾ ചെയ്യണം. ആക്ച്വലി ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ഫംഗ്ഷൻ ആകാം. അപ്പോൾ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻ്റാണ് ഇങ്ങനെ കോമട്ട് ഇതിൽ LED പിന്നെ ഔട്ട്പുട്ട്, ഇതൊക്കെ ആർഗ്യുമെൻറ്റുകളാണ്. ഇത് ആ ഒരു ഫംഗ്ഷൻ ഇതിൻ്റെ ലൈബ്രറിയിൽ എവിടെയോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇത് പോവുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ ഫംഗ്ഷൻ കോളിങ്ങാണ് നടക്കുന്നത്. ആ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ, ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡാറ്റ അങ്ങോട്ട് പോകുന്നു. ആ ഡാറ്റ കുറച്ച് പ്രോസസ് ചെയ്തിട്ട് തിരിച്ചു തരുന്നു, അല്ലെങ്കിൽ അത് അവിടെ വെച്ച് നടക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാകും. നമുക്ക് സീൻ്റെ കുറച്ച് ഇങ്ങനെ പോകാൻ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഇത് ഒന്നും തിരിച്ച് മേടിക്കുന്നില്ലല്ലോ. നമ്മളിവിടെ നിന്ന് കുറച്ച് ഡാറ്റ ആർഗ്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യാണ്, LED പിന്നും ഔട്ട്പുട്ടും. അതേപോലെ നമ്മളിവിടെ ഒരു ഇത് കൂടെ കൊടുക്കുകയാണ്. LED പിൻ എന്ന് പറഞ്ഞൊരു പിന്നുണ്ട്. പിന്നിനെ എന്ത് ചെയ്യണം? ഹൈ ആക്കണം. HH ഇതൊക്കെ ഇൻറ്റേർണൽ HIGH ഹൈ ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഡിലേ, ഇതൊരു വേറെ ഫംഗ്ഷനാണ്. ചെറിയൊരു ഡിലേ ഒരു 1 സെക്കൻഡ് ഡിലേ കൊടുത്തതിൻ്റെ ശേഷം 1000 കൊടുത്തു കഴിഞ്ഞാൽ 1000 മില്ലി സെക്കൻഡിന് ഡിലേ, ഒരു 1 സെക്കൻഡ് കേട്ടോ. ഇത്ര ഡിലേ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഡിജിറ്റൽ പിന്നിനെ എന്ത് ചെയ്യാണ്? റൈറ്റ് ചെയ്യാണ്. എന്താ റൈറ്റ് ചെയ്യണത്? പിന്നിനെ റൈറ്റ് ചെയ്യാണ്. LED പിന്നിനെ റൈറ്റ് ചെയ്യാണ്. ഡിജിറ്റലി പറഞ്ഞാൽ അത് 0 or 1 അങ്ങനെയാണ്. അപ്പം ഹൈ ആക്കി ആദ്യം, കുറച്ച് ഡിലേ കഴിഞ്ഞു, ഇനി അതിനെ ലോ ആക്കണം. LED പിന്നിനെ നമ്മൾ എന്താക്കാണ്? ലോ ആക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ കൊടുക്കുക. വീണ്ടും ഓഫായിട്ട് കുറച്ച് നേരം നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഡിലേയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് റെഡിയായി. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കണം. ഇത് കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞതിന് കമ്പൈലേഷൻ പ്രോസസ്സ് പറഞ്ഞിരുന്നു. അല്ലെ, പ്രോസസ്സിനെ പറ്റി പറഞ്ഞില്ല, കമ്പൈലേഷൻ എന്താ പറഞ്ഞിരുന്നു. കമ്പൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഇതിപ്പം സി ലാംഗ്വേജിലാണ് എഴുതിയത്, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അടുത്തുകൊണ്ട് വരുന്ന ഒരു ലാംഗ്വേജിലാണ് എഴുതിയത്. പക്ഷേ ഈ ലാംഗ്വേജ് മൈക്രോ കൺട്രോളറിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളതിനെ എക്സിക്യൂട്ടബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കമ്പൈലേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ എവിടെയോ സെമിക്കോളൻ മിസ്സായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മൾ ഒരു സെമിക്കോളൻ മിസ്സായപ്പോൾ തന്നെ ഫെയിലായി. ആ സെമിക്കോളൻ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യാം. അങ്ങനെയായപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് കമ്പൈലേഷൻ നടന്നു, എല്ലാം സെറ്റായി നിൽക്കുകയാണ്. നമുക്കിതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫ്ലാഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാം റെഡി ആയി നിൽക്കുക. നമ്മൾ മൈക്രോ കൺട്രോളറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ LED ബ്ലിങ്ക് ആവും. അപ്പോൾ മൈക്രോ കൺട്രോളറിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മൈക്രോ കൺട്രോളർ കണക്ട് ചെയ്യണം. ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ഈ ടൂൾസിനകത്ത് പോയിട്ട് കോമ്പോർട്ട് ഇത് എനേബിൾ ആവാണ്ട് കിടക്കുന്നുണ്ട്. കാരണം ഇത് മൈക്രോ കൺട്രോളർ കണക്ട് ആയിട്ടില്ല. നമ്മളിനി മൈക്രോ കൺട്രോളർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ മൈക്രോ കൺട്രോളർ കണക്ട് ചെയ്യാണ്. മൈക്രോ കൺട്രോളറിൽ നമ്മൾ അതിനെ ബോർഡ് കണക്ട് ചെയ്യാണ്. ഇതാ നമ്മളിപ്പോൾ കണക്റ്റാക്കി. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കിയാൽ കോമ്പോർട്ട് 6 ആണ്. കണ്ടോ, ഇത് കണക്ട് ചെയ്തപ്പോൾ കോമ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ പോർട്ട് 6ൽ നമ്മൾ കണക്ട് ചെയ്തതെന്ന് കാണിക്കുന്നു. ആ ബോർഡിൻ്റെ 6 ആണ് വരുന്നത്. അത് ഓരോരോ PC അനുസരിച്ച് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ കോഡ് ഫ്ലാഷ് ചെയ്യാം. നമ്മൾ ഫ്ലാഷ് ചെയ്യുമ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം, എപ്പോഴും ഫ്ലാഷ് ചെയ്യും, വീണ്ടും ഇത് കമ്പൈൽ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യും. അവിടെ ബോർഡിൽ കണ്ടോ നമ്മൾ LED ബ്ലിങ്ക് ആവാൻ തുടങ്ങി. കാണുന്നുണ്ടോ? കണ്ടില്ലേ, നമ്മുടെ LED കറക്റ്റ് 1 സെക്കൻഡിൽ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു LED ആണ് ബ്ലിങ്ക് ചെയ്യിച്ചത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് LED പല പല ടൈമുകളിൽ ബ്ലിങ്ക് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് റണ്ണിങ് ലൈറ്റ്, ഡാൻസിങ് ലൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു LED ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ റണ്ണിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ നമ്മളുടെ ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ LED ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇനി നാളെ ഞാൻ വിചാരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് നമുക്കൊരു സ്വിച്ച് കൂടെ ഇൻ്റർഫേസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് മാത്രമേ കണ്ടത്, നമ്മൾ ഇതിൽ നിന്നുകൊണ്ട് പിൻ മോഡ് LED പിൻ ഔട്ട്പുട്ടാണ്. ഇനി നമുക്കൊരു സ്വിച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് LED ബ്ലിങ്ക് ആവുന്ന പോലെ, അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ സ്വിച്ച് എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഇത് ഫ്രീ എംബഡഡ് സിസ്റ്റം ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡുകൾ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമ്മൾ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ അതായത് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പാരലായിട്ട് വേറെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ watching.